80s 90s കിഡ്സിനൊക്കെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. ഈ ഒരു മിഠായി ഓർമ്മയുണ്ടോ? ഞങ്ങളൊക്കെ ചക്കക്കുരു മിഠായി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങളൊക്കെ എന്താ പറഞ്ഞിരുന്നതെന്നൊന്നും പറയണേ. അപ്പോൾ ഇതാണ് എന്ന് റെഡിയാക്കി എടുക്കുന്നത്. 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു പരുവാവുന്ന വരെ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണേ. നന്നായി കുഴച്ചെടുത്ത ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസ് എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മുടെ മിഠായിയുടെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടെ അങ്ങ് വീർത്തു വരും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കളറാവുന്ന വരെ നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും ഉൾഭാഗം ശരിക്കും ക്രിസ്പി ആയിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. അങ്ങനെ 2 ബാച്ചായിട്ട് ചെയ്തെടുത്ത ശേഷം ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് അതൊന്ന് കാരമലായിട്ട് വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2 നുള്ള് റെഡ് ഫുഡ് കളർ കൂടെ ചേർത്തിട്ട് അതൊന്ന് കാരമലായിട്ട് അതിലേക്ക് ഈ ഒരു സ്നാക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. പഞ്ചസാര കരിയാതെ ശ്രദ്ധിക്കണേ, ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. എന്നിട്ട് നന്നായി തണുത്ത ശേഷം നമുക്ക് ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിക്കാം.